അപ്പോൾ നമ്മൾ കുറച്ച് CSSൻ്റെ പ്രോപ്പർട്ടീസിൽ കൂടെയാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പം ബോർഡർ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്, ബോർഡർ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ബോർഡർ കളർ, ബോർഡർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് കൊടുത്തത്. അത് നമുക്ക് സെയിം ലൈനിൽ ഈ രീതിയിലും കൊടുക്കാൻ പറ്റും. ബോർഡർ 2px സോളിഡ് റെഡ്, സ്പേസ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വിഡ്ത്ത് 2px വിഡ്ത്ത് വരും, സോളിഡ് സ്റ്റൈൽ വരും, റെഡ് കളറും വരും. നെക്സ്റ്റ് ടേബിൾ പ്രോപ്പർട്ടീസാണ്. ടേബിൾ പ്രോപ്പർട്ടീസിൽ നമുക്ക് ടേബിളിനൊരു ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ടേബിളിനകത്ത് THനും ടേബിളിനകത്തുള്ള TDക്കും നമുക്ക് സെയിം സ്റ്റൈലിൽ കൊടുക്കണമെങ്കിൽ കോമ വെച്ചിട്ട് നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഏതൊക്കെ എലമെൻറ്റിനാണോ കൊടുക്കുന്നത് വെച്ചാൽ ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് സെയിം സ്റ്റൈലിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ടേബിൾ ഹെഡിന് ബോർഡർ കൊടുത്തിട്ടുണ്ട് 1px സോളിഡ് ബ്ലൂ, പിന്നെ പാഡിങ് ഒരു 8px കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ടേബിളിൻ്റെ ഹെഡിന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് അവരൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേബിൾ ഹെഡിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ഗ്രേയും ഫോണ്ട് വെയിറ്റ് ബോൾഡും ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വിസിബിലിറ്റി പ്രോപ്പർട്ടീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിസിബിലിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് വിസിബിളും ഹൈഡും കൊളാപ്സും ഒക്കെ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു എലമെൻറ്റിനെ ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്കതിന് വിസിബിലിറ്റി ഹിഡൻ എന്ന് കൊടുത്താൽ മതി. അപ്പം നമ്മളിപ്പോൾ ഒരു P ടാഗാണ്, P ടാഗിന് ക്ലാസ് ഹിഡൻ എലമെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. സെയിം ക്ലാസ്സിൽ നമ്മൾ CSS സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് സെലക്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡോട്ട് യൂസ് ചെയ്യും. ഡോട്ട് ഹിഡൻ എലമെൻറ്റ് വിസിബിലിറ്റി ഹിഡൻ. അപ്പം ആ ഒരു P ടാഗ് എന്താകും? ഹൈഡ് ആവും. അപ്പം അങ്ങനെ അതിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഒപ്പാസിറ്റി പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. ഒപ്പാസിറ്റി ഞാൻ പറഞ്ഞു ഓൾറെഡി, നമുക്ക് ട്രാൻസ്പെറൻസി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒപ്പാസിറ്റിക്ക് നമുക്ക് 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള വാല്യൂസ് കൊടുക്കാം. അപ്പോൾ 0ക്ക് അടുക്കും തോറും അത് ഒപ്പേക്ക് ആവുകയും 1നോട് അടുക്കും തോറും 0ക്ക് അടുക്കും തോറും അത് ട്രാൻസ്പെറൻ്റ് ആവും, 1നോട് അടുക്കും തോറും ഒപ്പേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എലമെൻറ്റിന് വിഡ്ത്ത് 200px, ഹൈറ്റ് 200px, ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ, ഒപ്പാസിറ്റി 0.5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേ ഒരു ഡിവിന് നമുക്ക് ക്ലാസ്സിൽ ആ എലമെൻറ്റിനുള്ള ക്ലാസ്സും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈൽസ് ആ ഡിവിന് അപ്ലൈ ആവും. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് പൊസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എലമെൻറ്റിൻ്റെ പൊസിഷൻ എവിടെയാണ്, എക്സാക്ട്ലി എവിടെയാണ് നമുക്ക് ആ പൊസിഷൻ വേണ്ടത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ് എന്നുള്ള ബോട്ടം എന്നുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് എവിടെ നമുക്ക് ആ ഒരു എലമെൻറ്റിനെ പൊസിഷൻ ചെയ്യണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊസിഷൻ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊസിഷനിൽ നമുക്ക് സ്റ്റാറ്റിക്, റിലേറ്റീവ്, അബ്സല്യൂട്ട്, ഫിക്സഡ്, സ്റ്റിക്കി ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിൽ സ്റ്റാറ്റിക്, ഡിഫോൾട്ടായിട്ട് ഒരു HTML എലമെൻറ്റിന് നമുക്ക് പൊസിഷൻ സ്റ്റാറ്റിക് ആയിരിക്കും ഉണ്ടാവുക. ഈ സ്റ്റാറ്റിക് പൊസിഷനിലുള്ള എലമെൻറ്റിന് നമുക്ക് ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ് അല്ലെങ്കിൽ ബോട്ടം വെച്ചിട്ട് നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പൊസിഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് റിലേറ്റീവോ അബ്സല്യൂട്ടോ ഫിക്സഡോ ഒക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റിലേറ്റീവ്. റിലേറ്റീവ് സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിനൽ പൊസിഷൻ നമുക്ക് എങ്ങനെയാണ് അതിനെ മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് റിലേറ്റീവിൽ പറയുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റിന് നമ്മൾ പൊസിഷൻ റിലേറ്റീവ് ടോപ്പ് 10px, ലെഫ്റ്റ് 20px ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒറിജിനലി അതെവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെ നിന്ന് നമുക്ക് ടോപ്പ് ഒരു 10px മൂവ് ചെയ്യും. അപ്പോൾ അത് റൈറ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അതേപോലെ ലെഫ്റ്റ് 20px കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് 10px കൊടുക്കുമ്പോൾ അത് ഡൗണിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ലെഫ്റ്റ് 20px കൊടുക്കുമ്പോൾ നമുക്കത് റൈറ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. റിലേറ്റീവ് പോലെ നെക്സ്റ്റ് വാല്യൂ ആണ് അബ്സല്യൂട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ റിലേറ്റീവ് ടു വിത്ത് റെസ്പെക്ട് ടു ഒറിജിനൽ പൊസിഷൻ അല്ല, നമ്മൾ എവിടെയാണോ ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ് പറയുന്നത് അവിടെ ആയിരിക്കും അതിൻ്റെ പൊസിഷൻ പോയിട്ട് നിൽക്കാം. അപ്പോൾ അത് വിത്ത് റെസ്പെക്ട് ടു പാരൻ്റ് ആണ് അത് മൂവ് ചെയ്യുക. പാരൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ പാരൻ്റ് എലമെൻറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് അത് മൂവ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു ഡിവ് ടാഗ് ഉണ്ട്, ഡിവ് ടാഗിൻ്റെ അകത്തൊരു എലമെൻറ്റ് ഉണ്ട്. ആ എലമെൻറ്റിന് നമ്മൾ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തു, ടോപ്പ് റൈറ്റും ടോപ്പ് 0യും റൈറ്റ് 0യും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാരൻറ്റിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിലായിരിക്കും എന്തുണ്ടാവുക, ആ ഒരു എലമെൻറ്റ് പോയിട്ട് നിൽക്കാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിനൽ പൊസിഷൻ അല്ല, നമ്മൾ എവിടെയാണോ ആ ഒരു എലമെൻറ്റിന് സ്റ്റൈൽ ടോപ്പും ലെഫ്റ്റും യൂസ് ചെയ്തിട്ട് പൊസിഷൻ പറയുന്നത് അവിടെ തന്നെ പോയിട്ട് നിൽക്കും. വിത്ത് റെസ്പെക്ട് ടു ദ പാരൻറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് നിൽക്കുക. നെക്സ്റ്റ് ഫിക്സഡ് എന്നുള്ള സ്റ്റൈലാണ്. ഫിക്സഡ് എന്നുള്ള പ്രോപ്പർട്ടി പൊസിഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിത്ത് റെസ്പെക്ട് ടു പാരൻ്റ് അല്ല, നമ്മൾ ടോപ്പും ലെഫ്റ്റും എവിടെയാണോ കൊടുക്കുന്നത്
നമ്മുടെ വിൻഡോയ്ക്കകത്ത് അത് ആ ഒരു സ്ഥലത്തായിരിക്കും പോയിട്ട് നിൽക്കുക. അബ്സല്യൂട്ട് പോലെ തന്നെ അബ്സല്യൂട്ട് പാരൻറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫിക്സഡിന് പാരൻറ്റിനുള്ളിലല്ല, നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത് അവിടെ പോയിട്ട് നിൽക്കുകയും ചെയ്യും. സ്ക്രോൾ ചെയ്താൽ പോലും അതിൻ്റെ പൊസിഷൻ അത് ചേഞ്ച് ചെയ്യുകയില്ല. ഇപ്പം പൊസിഷൻ ഫിക്സഡ് കൊടുത്തു, ടോപ്പ് 0 റൈറ്റ് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പൊസിഷൻ ടോപ്പ് റൈറ്റ് കോർണറിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ പോലും അതിൻ്റെ പൊസിഷൻ അവിടെ ചേഞ്ച് ആവില്ല. നെക്സ്റ്റ് വരുന്നത് സ്റ്റിക്കി എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനാണ്. പൊസിഷൻ സ്റ്റിക്കി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പല ടൈറ്റിലും കണ്ടിട്ടുണ്ടാവും. നാവ് ബാറൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് സ്ക്രോളായിട്ട് പിന്നെ അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നതും. അപ്പം നാവ് ബാർ അവിടെ ടോപ്പിൽ പോയിട്ട് സ്റ്റിക്കായി നിൽക്കുന്നതും ബാക്കിയുള്ളത് സ്ക്രോൾ ചെയ്ത് പോകുന്നതും കണ്ടിട്ടുണ്ടാവും. ആ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊസിഷൻ സ്റ്റിക്കി യൂസ് ചെയ്യുന്നത്. പൊസിഷൻ സ്റ്റിക്കി ടോപ്പ് 20 px കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ എലമെൻറ്റ് അത് സ്ക്രോൾ ചെയ്യുമ്പോൾ ടോപ്പ് 20 px അവിടെ സ്റ്റിക്കാവുകയും ബാക്കിയുള്ള കാര്യങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുകയും അതവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുകയും ചെയ്യും. അതിന് ആ ഒരു ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊസിഷൻ സ്റ്റിക്കി എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്ലോട്ട് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ലേ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ കോളംസ് ഒക്കെ ആയിട്ട്, ഇപ്പോൾ നമുക്ക് കുറച്ച് ഡിവ് ടാഗ്സ് ഉണ്ട്, ആ ഡിവ് ടാഗിൻ്റെ മൾട്ടിപ്പിൾ കോളംസ് ആയിട്ട് 2 സൈഡിലായിട്ട് വരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്ലോട്ട്സ്. അപ്പോൾ ഫ്ലോട്ട് ലെഫ്റ്റ് ആണോ ഫ്ലോട്ട് റൈറ്റ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആയിട്ട് അതിൻ്റെ ലേ ഔട്ട് കറക്റ്റായിട്ട് ഫ്ലോട്ട് ചെയ്തിട്ട് നിർത്തും. നെക്സ്റ്റ് ഡെവലപ്പർ ടൂൾസിൽ ഇപ്പം HTML ചെയ്യുകയാണെങ്കിൽ, നമ്മൾ CSS ചെയ്യുകയാണെങ്കിലും JS ആണെങ്കിലും നമുക്ക് വെബ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഈ ഡെവലപ്പർ ടൂൾസിനെ കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഒരു വെബ് പേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡെവലപ്പർ ടൂളിലേക്ക് കയറാൻ പറ്റും. ഡെവലപ്പർ ടൂളിനകത്ത് നമുക്ക് മേലെ ഇതേപോലെയുള്ള സ്ക്രീനാണ് നമുക്ക് കാണാം. മേലെ നമുക്ക് എലമെൻറ്റ്സ് കാണാം. എലമെൻറ്റ്സിനകത്ത് നമുക്ക് അതിൽ കൊടുത്തുള്ള എല്ലാ HTML എലമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ എലമെൻറ്റ്സിലുണ്ടാവും. അത് നമുക്ക് അവിടെ തന്നെ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, നമുക്ക് ഡോമിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ സ്റ്റൈൽസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു എലമെൻറ്റിന് എന്തൊക്കെ സ്റ്റൈൽസ് അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഇവിടെ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഇപ്പം നമ്മൾ CSSനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അത് നമ്മൾ ജസ്റ്റ് തിയററ്റിക്കൽ അല്ലെങ്കിൽ പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിതിന് ലൈവായിട്ട് കുറച്ച് CSSൽ എങ്ങനെയാണ് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ